ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് സംസാരിക്കാതെ പോകണം, ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചങ്ങനെ പോകും. എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ, ചില ഓർമ്മകളുടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളും ഉണ്ടാകും സാഹചര്യം. മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം, ഞാനൊരു 35 കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി മകൾക്കായിരിക്കും അതൊക്കെ പങ്കുവെക്കുകയാണ്. 1921 എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യുകയാണ്. മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ്. കേരളമില്ലാത്ത കാലം, എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ, അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കാൻ ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും, എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം എന്നാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി. ആ സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. യാത്രയായിരുന്നു. എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട്. ഞാനൊരു കസേരയിട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാ ഭാഷകളിലും, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ 1-2 ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശ് വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയില്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ്. പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും 1921 എന്ന് പറയാൻ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട, പിന്നെ മേക്കപ്പിന്റെ വണ്ടി, കോസ്റ്റ്യൂമിന്റെ വണ്ടി, പോലീസിന്റെ വണ്ടി, അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ്, പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി, പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ്. എല്ലാവരും ഇരിക്കുന്നു. ഞാൻ മാറി നിന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഉർവശി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കണം. എനിക്ക് തലവേദന ഉണ്ടോ ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് വിട്ടാൽ. അത് പറ്റത്തില്ല, മുകേഷ് ചേട്ടനൊക്കെ വന്ന് സംസാരിക്കും, അത് കേൾക്കാനൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മള് പല പല ഭാഷകളൊക്കെ അവരൊന്നും ആരും ഉണ്ടാക്കില്ല. ഇവിടെ ആവുന്ന എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല എന്ന് പറയാൻ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോ ഒരു സംസാരിക്കും. ഞാൻ പറഞ്ഞു, എന്ത് സംസാരിക്കാൻ, ഞാൻ ഇവിടെ ഇരുന്നോളാം, അത് പറ്റത്തില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ നമുക്കൊരു ചെറിയ ഒരു ഗെയിം. ഗെയിം കൊള്ളാം ഉർവശി എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായാണ്. എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുവൻ. ഞാനോട്ടാണ്, ഞാനായിരിക്കൂ, ഞാൻ തന്നെ. IBCC ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറമാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാള്. ഉർവശിക്കാന്റെ ഒരു ഹുക്കപ്പോഴാണ് മനസ്സിലായത്. ചോദ്യമൊന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. ചെറിയ ഒരുപാട് പേര് ഇഷ്ടമാണ്. ഞാൻ പറയാൻ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും. അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ വല്ലതേ അടുത്ത്
അയ്യോ, ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. ഓ പിന്നെ എന്റെ പേരെന്തായാലും പറയാം. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു മറുപടി പറഞ്ഞു, എഴുതി തന്നാൽ മതി. പറയണ്ട, പറയാൻ നാണമാണെങ്കിൽ പറയണ്ട, എഴുതി തന്നാൽ മതി. അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ, വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരുന്നു അവിടെ ഇരുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കി, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന് പറഞ്ഞു, ഇത് ഞാനാന്ന് വെച്ചപ്പാ കുറെ നേരമായിരുന്നു മനുഷ്യന് ജോലിയുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമ്മളതാണ് മനസ്സ്, ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ നമുക്ക് അറിഞ്ഞൂടാ. ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പോൾ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായിരിക്കും. പറയട്ടെ, അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ വീട്ടിന്നായ ഇത് ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു, വളരെ ഉർവശി ഇപ്പൊ പറയണമെന്നോ ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കണം. അവൻ മമ്മൂട്ടി പറഞ്ഞു, നീ പറ, എന്തായാലും ഇത്രയൊക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ വേണമെന്ന് ഒരു പ്രതീക്ഷയില്ലാതിരുന്ന് ജോസ് എന്ന് പറഞ്ഞാൽ ജോസ് ഒരു ചായപാത്രം വീഴുന്നു. ജോസിന് ദുഃഖമുണ്ട്. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് കേട്ട് പറയാമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമിട്ട് തന്നെ. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിങ്ങിന്റെ സൗണ്ടാണ്. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റില്ല, സത്യം പറയണം. അപ്പൊ ഞാൻ ഒരു ഡ്രൈവറുണ്ട് കുട്ടപ്പൻ, അവൻ വേറെന്തോ പണി ചെയ്യുന്നുണ്ട് കാരണാക്ക്. ഞാൻ പറഞ്ഞു, ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് തീർക്കണം. ഒരു ഫോണിന്റെ സൗണ്ട് കിട്ടി, നിങ്ങൾ ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെക്കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന്. കാര്യം ഉർവശിക്കാവുന്ന ഇവർക്ക് വിശ്വസിച്ചില്ല. അവ എല്ലാവരും പറഞ്ഞു, എന്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു, ഞാനും മറ്റും അല്ല. ശരി, എന്റെ ടൈലന്റ് എന്ന് പറഞ്ഞ ഉർവശി പറഞ്ഞു, അവിടെ പോയിരുന്നു തലവേദനയില്ലേ, അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞ വേറൊരു ഗെയിമുണ്ട്, ഇനി ഒരു ഗെയിമും ഇല്ല. അവിടെ പോയിരുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ